Hi all. We as a team would like to introduce Enlight's main strategy, a strategy founded on proper analysis of previous year questions along with strengthening the basics through daily answer writing and constant feedback by our faculty team. This strategy has stood the test of time as showcased by our toppers, scoring 440 plus marks in GS over the years like Anjali S, Dr. Ashwati Srinivas and Avinash Kumar. This year in 2023 CSE, we have Siddharth Ramkumar and Archana PP following the rich legacy of Enlight. We have a short video wherein Siddharth Ramkumar, along with our senior faculty Joseph Alex, explains how Siddharth's strong foundation enabled him in scoring good marks in GS in spite of his busy training schedule. We taught them and are continuously learning from them and passing on what we learned to the future toppers. Let's move towards the video. ഹായ് സിദ്ധാർത്ഥ്. നമ്മൾ ഓൾറെഡി ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ ഫോക്കസ് ആയിട്ട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് മെയിൻസിൻ്റെ ഒരു പ്രിപ്പറേഷനെ കുറിച്ചാണ്. ഇപ്പം മെയിൻസ് പിള്ളേർ പ്രിപ്പയർ ചെയ്യുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ പ്രിപ്പറേഷൻ എന്തായാലും ഒരു പ്രത്യേകതയുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. സിദ്ധാർത്ഥ് പക്ഷേ ഭയങ്കര എല്ലാം ഡൗൺ പ്ലേ ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ വർഷത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴാണെങ്കിൽ പറഞ്ഞു എൻ്റേതായ തനതായൊരു ശൈലി ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ. അപ്പം ആ ഒരു രീതി, പ്രിപ്പറേഷൻ്റെ ഒരു രീതിയെക്കുറിച്ച് കുട്ടികളോട് പറയാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും, ഭയങ്കര ഒരു ഹെൽപ്പായിരിക്കും അത്. മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ ബേസിക്കലി ഞാൻ 3 സ്റ്റേജിൽ പ്രിലിംസിനേക്കാൾ കൂടുതൽ എല്ലാ തവണയും മെയിൻസാണ് പ്രോപ്പറായിട്ട്, കാരണം സമയത്തിൻ്റെ ഇത് കാരണം കൊണ്ടും പ്രിലിംസ് ആദ്യത്തെ തവണ പ്രിലിംസാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്, കാരണം പ്രിലിംസ് ഉണ്ടെങ്കിലേ മെയിൻസ് ഉള്ളൂ എന്നുള്ളതിൽ. പിന്നീട് മെയിൻസാണ് ഭയങ്കരമായി ഫോക്കസ് ചെയ്തത്, കാരണം മെയിൻസാണ് കൗണ്ട് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി. മെയിൻസിൻ്റെ ഇതുവരെയുള്ള ഹൈൻസൈറ്റിൽ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ GS ആണ് വളരെ വർക്ക് ചെയ്തിട്ടുള്ളത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് GSലാണ് കുറച്ച് സ്ട്രോങ് ആയി തോന്നിയിട്ടുള്ളത്. ഇത്തവണ എങ്ങനെയാണ് മാർക്ക് വീണിട്ടുള്ളതെന്ന് അറിയില്ല. ഫസ്റ്റ് ടൈം ഓപ്ഷണൽ ആന്ത്രോപോളജിയാണ്. ആന്ത്രോപോളജി ആദ്യം ഫസ്റ്റ് ടൈം നല്ല മാർക്ക് 280s ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ 2 തവണ 260s ആയി. ഇത്തവണ കുറച്ച് നന്നായെന്ന് തോന്നുന്നു. അപ്പോൾ ആന്ത്രോപോളജി ഞാൻ ഡൽഹി പോയിട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു. ആന്ത്രോപോളജി യൂഷ്വൽ ഇത്, അതായത് ഓപ്ഷണൽ ബേസിക്കലി എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഓപ്ഷനിലായിരിക്കണം. പിന്നെ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള മാത്രമല്ല, നമുക്ക് അൾട്ടിമേറ്റ്ലി ചെറിയ സബ്ജക്റ്റാണ്, പെട്ടെന്ന് കണ്ടൻറ്റൊക്കെ ഉള്ള ഒരു സബ്ജക്റ്റാണ്. നമുക്ക് അതായത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്കത് എഴുതി പാസ്സാക്കാം എന്നുള്ളൊരു ഫീലിംഗ് വേണം. പിന്നെ നമുക്ക് അറിയുന്ന ആൾക്കാർ പാസ്സായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത്രയും നല്ലത്, കാരണം നമുക്ക് പാസ്സാകാൻ പറ്റും എന്നുള്ളൊരു ഇത് വേണം. UPSC മൊത്തത്തിലൊരു കോൺഫിഡൻസിൻ്റെ ഗെയിമാണ്. അപ്പോൾ ആന്ത്രോപോളജി ആ ഒരു രീതിയിൽ ആ ഒരു ടൈമിൽ എനിക്ക് അറിയുന്ന ന്യൂസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഡിസൈൻ, ബാച്ചിലർ ഡിസൈൻ ചെയ്തൊരു പുള്ളി ആന്ത്രോ എടുത്ത് ഡയഗ്രാംസും അങ്ങനത്തെ ഇതൊക്കെ കാരണം അങ്ങനെ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ആന്ത്രോപോളജി എടുത്തത്. പിന്നെ ആന്ത്രോപോളജി മെറ്റീരിയൽ ഈസിലി അവൈലബിൾ ആണ്. ജനറലി എല്ലാ കൊല്ലം ഒരു 300 കിട്ടുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓപ്ഷനിൽ അങ്ങനെ സെലക്ട് ചെയ്തു. പിന്നെ ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം ചിന്തിക്കരുത്, പിന്നെ നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക. എന്തായാലും എല്ലാ കൊല്ലം 300 കിട്ടുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ എല്ലാവർക്കും കിട്ടില്ല. അപ്പോൾ നമുക്ക് 1-2 തവണ കിട്ടിയില്ലെങ്കിൽ നമ്മൾ മാറ്റി നോക്കുക. പക്ഷെ ഓപ്ഷനിൽ കാരണമാണ് നമുക്ക് കിട്ടാത്തത് എന്നുള്ളൊരു ഇതും അങ്ങനെ എപ്പോഴും ശരിയാണെന്ന് തോന്നിയിട്ടില്ല. പിന്നെ GSനെ പറയുകയാണെങ്കിൽ GSൻ്റെ ഒരു സ്ട്രാറ്റജി ബേസിക്കലി മറ്റേ സ്റ്റാറ്റിക് ആണ്. അതായത് അൺലൈക്ക് പ്രിലിംസ് കുറച്ചും കൂടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് മെയിൻസിൻ്റെ GS എന്ന് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സിലബസിൻ്റെ ഓരോരോ വേർഡ് അല്ലെങ്കിൽ ഓരോരോ മെയിൻ ടോപ്പിക് വൈസ് ഞാൻ ഡിവൈഡ് ചെയ്ത് അതിന് കുറച്ച് കണ്ടന്റ് എടുത്ത് വയ്ക്കും. എന്നിട്ട് ജസ്റ്റ് കറണ്ടിൻ്റെ സംഭവങ്ങൾ വളരെ ഷോർട്ടായിട്ട് ഇത് ചെയ്ത് വയ്ക്കും. അതായത് ഇപ്പോൾ എൻ്റെ GS4 എന്നൊക്കെ പറഞ്ഞാൽ നോട്ട് മൊത്തത്തിലൊരു 20 പേജ് കാണും. അതായത് ക്രിസ്പ് ചെയ്ത്, അതായത് അത്രയും ഷോർട്ടാക്കി ഉണ്ടാക്കി ആഡ് ചെയ്ത് ക്രിസ്പാക്കി വെക്കുന്നതാണ്. പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറേ സമയം ഇടുമെങ്കിലും പക്ഷേ ഫൈനലി നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറുതാക്കി വെക്കും. അതേപോലെ GS 1, 2, 3 ഓരോന്നിനൊരു ബുക്ക് ഉണ്ടാക്കി. അതെല്ലാത്തിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോന്നിനും പറ്റുന്ന ഇൻട്രോ, കൺക്ലൂഷൻ, ബോഡിയിലുള്ള മെയിൻ പോയിന്റ്സ്. ഇപ്പോൾ ജനറൽ ആയിട്ട് ഇപ്പോൾ 10 മാർക്കറാണ്, 15 മാർക്ക് 2 ടൈപ്പാണ്. 10 മാർക്കർ ആണെങ്കിൽ 10 പോയിന്റ്സ് വേണം. അതിൽ ഇൻട്രോ ഇന്ന രീതിയിൽ ചെയ്യാം. ഇപ്പോൾ പല ജനറലി അക്സെപ്റ്റഡ് ആയപ്പോഴുണ്ട്. സ്റ്റാറ്റ് വെച്ച് ഓപ്പൺ ചെയ്യാം, കോട്ട് വെച്ച് അല്ലെങ്കിൽ റിപ്പോർട്ട് വെച്ച് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് വെച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെയൊക്കെ പല ഓപ്ഷൻസ് ഇങ്ങനെ ഇത് വയ്ക്കും. എന്നിട്ട് ആ ഏരിയയ്ക്ക് എന്തൊക്കെ ഈ ഇപ്പോൾ സ്റ്റാറ്റ് എന്തൊക്കെയാണ്, റിപ്പോർട്ട് എന്തൊക്കെയാണ്, കൺക്ലൂഷൻ എപ്പോഴും ഫോർവേഡ് ലുക്കിംഗ് ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ അത് ഇപ്പോൾ മറ്റേ ഇന്ന കമ്മിറ്റി, ഇപ്പോൾ ഗോയിങ് ഫോർവേഡ് ആസ് നോട്ടഡ് ബൈ ഇന്ന കമ്മിറ്റി, അല്ലെങ്കിൽ ഗോയിങ് ഫോർവേഡ് ഇവിടെയുള്ള കേസ് സ്റ്റഡി പോലെ നമുക്ക് ഇത്, അല്ലെങ്കിൽ നമ്മുടേതായ രീതിയിൽ നമുക്ക് 2-3 സൊല്യൂഷനെ കണക്ട് ചെയ്ത് ഗോയിങ് ഫോർവേഡ് ഇങ്ങനെ ആവാം. അതും അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ എന്തെങ്കിലും ഒരു ഗോളായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഗോയിങ് ഫോർവേഡ് ഇന്ത്യ ഇപ്പോൾ 2047 ഡെവലപ്ഡ് ആവണം എന്നുള്ള ഇതിൽ നമ്മൾ ആ ക്വസ്റ്റിനും ഇന്ത്യയുടെ ഡെവലപ്മെന്റ് 2047 എന്നുള്ളതും കണക്ട് ചെയ്ത് ഇത് ചെയ്യണം. കുറച്ചും കൂടെ സ്പെസിഫിക് ആക്കുക എന്നുള്ളത് എനിക്ക് വർക്ക് ചെയ്യുന്നു തോന്നിയിട്ടുണ്ട്. അതായത് ജനറലി ഫസ്റ്റ് അറ്റംപ്റ്റിൽ
കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടിയെങ്കിലും അധികം കിട്ടിയില്ല എനിക്ക് തോന്നി. കാരണം എല്ലാവരും എഴുതുന്ന പോലത്തെ കുറച്ച് ജനറൽ ആയിട്ടുള്ള വാക്കുകൾ, ജനറൽ ആയിട്ടുള്ള പ്രയോഗങ്ങൾ, ഇപ്പം നമ്മൾ ഇന്ത്യ ഇങ്ങനെ ആവണം എന്ന് പറയുന്നതിൻ്റെ ഒപ്പം നമ്മൾ സ്റ്റാർട്ട് കയറ്റുക, എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, അതിന് ഇപ്പം എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ വെറുതെ എജക്റ്റീവ്സ് ഇടുകയല്ലാതെ നമ്മൾ ഇന്ന രീതിയിൽ ചെയ്യാം, അതായത് സ്പെസിഫിക്സ് എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അത്രയും കൂട്ടുക. പക്ഷെ നമുക്കൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻസ് നമ്മുടെ ഇതിലാണ്. നമുക്കിപ്പോൾ ഒരു 100 രീതിയിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇപ്പോൾ പഞ്ചായത്ത് രാജ് നമ്മളത് ഇത്ര ഇനിയും കുറേ പോകാനുണ്ട്. ഇപ്പോൾ കേരളമൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്നതാണ്. പക്ഷെ എന്നാലും ഇന്ത്യ എന്ന രീതിയിൽ നമുക്കിപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ മുനിസിപ്പൽ സെൽഫ് ഗവൺമെൻറ്സിൻ്റെ ഒക്കെ ഇത് കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നൊക്കെ പറയുമെങ്കിലും നമുക്കത് എങ്ങനെ ചെയ്യാം, അത് ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്താൽ നല്ലതെന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിലാണ് നമ്മുടെ ഇത് വേറൊരു ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. അത് വേ ഫോർവേഡിൽ ഉപയോഗിക്കും. ഇപ്പോൾ ഇയർ കമ്മിറ്റി ഇങ്ങനെ ആക്ടിവിറ്റി മാപ്പ് ചെയ്യണം, ഇതും പലരും ചെയ്യുന്നതാണ്. പക്ഷെ അതും വീണ്ടും ഒന്ന് ഡെവലപ്പ് ചെയ്ത് അത് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണ്, 75% ഡിജിറ്റൈസ് ചെയ്തു അല്ലെങ്കിൽ ഇത് ഇത്ര ചെയ്തു, അത് ഇനി ഭാവിയിൽ ഇപ്പോൾ സ്വീഡനിൽ ഇത് ചെയ്തു, ഇവിടെ ഇത് ചെയ്തു, അങ്ങനെ എല്ലാം അതെല്ലാം ക്രിസ്പാക്കി ഒരു സ്ഥലത്ത് നമുക്ക് എല്ലാ മെയിൻ തീം വൈസും മെയിൻ PYQ വൈസും എടുത്ത് വെച്ച് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും. പിന്നെ അതിന് നല്ല സ്റ്റാറ്റിസ്റ്റിക്സ്, നല്ല ഗ്രാഫ് നമ്മളിപ്പോൾ എല്ലാവരും വെറുതെ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞെങ്കിലും പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മൾ വളരെ റിയലിസ്റ്റിക്കലി നോക്കുമ്പോൾ ഒരു ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ നമുക്കൊരു പ്രസൻറ്റേഷൻ എന്നൊരു സാധനം ഉണ്ട്. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് തന്നെ ഒരേ സാധനം പലരും സംസാരിക്കുമ്പോൾ പല രീതിയിൽ നമുക്ക് ഇമ്പാക്റ്റ് തോന്നും. ഒരേ സാധനമായിരിക്കും. ഇപ്പോൾ ഒരു കോട്ട് ഒരാൾ പറയുന്നതും വേറൊരാൾ പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതേപോലെ പ്രസൻറ്റേഷനിൽ നമ്മൾ ആ ഒരു അതും ജനറൽ ഡയഗ്രത്തിനെ നമ്മൾ കുറച്ച് സ്പെസിഫിക് ആക്കുക, കുറച്ച് സ്റ്റാറ്റോ അല്ലെങ്കിൽ കുറച്ച് ഏതെങ്കിലും ഇപ്പോൾ അമൂൽ അല്ലെങ്കിൽ SHG മോഡലിൽ ഇപ്പോൾ ഇന്ന ഇത് അല്ലെങ്കിൽ കുടുംബശ്രീ ഇതൊക്കെ കുറേ രീതിയിൽ ഇത് ചെയ്യും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ കണക്ട് ചെയ്യാം. ഇപ്പോൾ കുടുംബശ്രീ ഇത് കണക്ട് ചെയ്യുക, ഇപ്പോൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് കണക്ട് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ 2-3 സാധനങ്ങൾ കണക്ട് ചെയ്തിട്ട് ഇന്ന ഗോളിലേക്ക് എത്തി, ഇന്ന ഇത്രയും നമ്പർ, ഇപ്പോൾ കേരളത്തിൽ 1/4 ഫാമിലീസ് കുടുംബശ്രീ കണക്റ്റഡ് ആണ്, അങ്ങനെ ഇത് കണക്ട് ചെയ്യുന്നു, അതുകൊണ്ട് നമ്മുടെ ഇത് ഇത്ര കൂടുതലാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു കോണ്ടെക്സ്റ്റും ഉണ്ട്, കുറച്ചും കൂടെ നമ്മൾ എന്താ പറയുക കോൺസെപ്റ്റും ഫാക്ട്സും എല്ലാം കണക്ട് ചെയ്ത് കുറച്ച് ഇൻറ്റഗ്രേറ്റഡ് ആയ ഒരു രീതിയിൽ ഇത് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ വേറിട്ട് നിൽക്കും. എല്ലാവരും ചെയ്യുന്ന സാധനം തന്നെ നമ്മളൊന്നും കൂടെ ഒന്ന് ഇന്നോവേറ്റ് ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ എടുക്കുമ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിലൊക്കെ നല്ലോണം മോക്ക് ടെസ്റ്റ് അല്ലേ, സെക്കൻഡ് അറ്റംപ്റ്റിലൊക്കെ നല്ലോണം മോക്ക് ടെസ്റ്റുകൾ എടുത്തായിരുന്നു. അത്യാവശ്യം അവസാനത്തോട്ട് വന്നപ്പോൾ ഇല്ലാന്ന് പറഞ്ഞൊന്നും ശരിയാ. പക്ഷെ മോക്ക് ടെസ്റ്റുകൾ ശരിക്കും ഹെൽപ്ഫുൾ തന്നെയല്ലേ ആക്ച്വലി മോക്ക് ടെസ്റ്റ്? അതെ, നമുക്ക് ആദ്യത്തെ 1-2 പ്രത്യേകിച്ച് ആദ്യത്തെ മെയിൻ അറ്റംപ്റ്റിൽ നമുക്ക് വലിയ ധാരണ ഇല്ല, നമുക്ക് അറിയാത്ത പക്ഷം നമ്മൾ ഉറപ്പായിട്ടും എടുക്കണം. കഴിഞ്ഞിട്ടും നമുക്ക് കോൺഫിഡൻസ് വേണം. പിന്നെ ഇതൊരു റിട്ടൺ എക്സാം ആണ്. അപ്പോൾ റിട്ടൺ നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ അല്ലേ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് സീരീസ് അറ്റംപ്റ്റ്, സെക്കൻഡ് അറ്റംപ്റ്റ്, 2020 അറ്റംപ്റ്റും 21 അറ്റംപ്റ്റിലും അത്യാവശ്യം കുറേയൊന്നും എഴുതിയിട്ടില്ല, പക്ഷേ എഴുതിയിട്ടുണ്ട്. 21 എൻലൈറ്റിൽ എടുത്തിട്ടുണ്ട്. 21 അറ്റംപ്റ്റിൽ എൻലൈറ്റിൽ മെയിൻസ് ടെസ്റ്റ് സീരീസ് എഴുതിയിട്ടുണ്ട്. വേറെ 1-2 ഇതിലും എടുത്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ടെസ്റ്റ് സീരീസ് എഴുതാൻ സമയം അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാൻ കൂടുതലും നോട്ട് മേക്കിങ്ങിലായിരുന്നു. പക്ഷേ ആദ്യത്തെ 1-2 തവണ എഴുതുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ആന്ത്രോപോളജി ആയാലും ആദ്യത്തെ അറ്റംപ്റ്റിൽ പ്രോപ്പറായിട്ട് ടെസ്റ്റ് സീരീസ് എടുത്തു. അപ്പോൾ ഇന്ന രീതിയിൽ എഴുതിയാൽ ഇത് വർക്ക് ചെയ്യും എന്നുള്ളൊരു സാധനം അറിയണം. എന്നാലേ പിന്നെ നമുക്ക് ഓക്കെ ഇതാണ് ഇന്ന രീതി, ഈ മിനിമം സാധനം വർക്ക് ചെയ്യും. പിന്നെ നമുക്ക് കണ്ടന്റ് അനുസരിച്ച് നമുക്ക് ഇന്നോവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇംപ്രൂവൈസ് ചെയ്യാം. അപ്പോൾ അത് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂ അഡീഷൻസ് പിന്നെ ഓൾറെഡി ഉള്ള കുറച്ച് റെഡിമെയ്ഡ് അങ്ങനെയല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതും, പിന്നെ എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാ ക്വസ്റ്റ്യൻ എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യണം. പേപ്പർ അത്യാവശ്യം നിറഞ്ഞു തന്നെ ഇല്ല എഴുതാറുള്ളത്. കാരണം അതൊക്കെ സത്യം പറഞ്ഞാൽ ചെറിയ ഡൗട്ടാന്ന് വിചാരിക്കും. പക്ഷേ കുട്ടികൾ എക്സാമിന് പോകുന്നതിന് മുന്നേ, മെയിൻസിന് എക്സാമിന് മുന്നേ സ്ഥിരമുള്ള ഡൗട്ടുകളാണ്. പേപ്പർ നിറഞ്ഞിരിക്കുന്നതാണോ നല്ലത്? അത് എനിക്ക് തോന്നിയിട്ടുള്ളത് നിറഞ്ഞിരിക്കണം എന്നാണ്. കാരണം നമുക്കിപ്പോൾ 10 പോയിന്റ് എഴുതണം. ഞാൻ പിന്നെ എനിക്ക് പറഞ്ഞ പോലെ ഗ്രാഫും അതും ഇതും കോണ്ടെക്സ്റ്റും എപ്പോഴും സൊല്യൂഷൻ കൊടുക്കുക. അതായത് നമ്മുടെ ഒരു ആൻസർ അല്ലെങ്കിൽ പേപ്പർ വായിച്ചിട്ട് അത് ഓക്കെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു ഇത് തോന്നണം, ആ ഒരു ഫീലിംഗ് വരണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഒരു ആവറേജ് ക്വസ്റ്റൻ അല്ലെങ്കിൽ എല്ലാ മെയിൻസിലും ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീംസിൽ നിന്നാണ് ക്വസ്റ്റൻസ് വരുന്നത്. അപ്പോൾ തീംസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് വേ ഫോർവേഡ് ഉണ്ടാവും, എന്തുകൊണ്ടും നമ്മുടെ സൊല്യൂഷൻസ് ഉണ്ടാവും, എന്തുകൊണ്ടും നമ്മുടെ സ്റ്റേറ്റസ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്, എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ബെസ്റ്റ് പ്രാക്ടീസസ് വേറെ ഇവിടെ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും നമ്മുടെ കണ്ടന്റ് ഉണ്ട്. കണ്ടന്റ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ വളരെ അപൂർവമേ വരുള്ളൂ. അത് വ്യക്ത എക്സാമ്പിൾ ചോദിച്ചോട്ടെ, കാരണം ചിലപ്പോൾ പിള്ളേർക്ക് ഇന്റർണലൈസ് ചെയ്യാൻ വേണ്ടി അതായത് തീം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത് ഉദ്ദേശിച്ച് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഇപ്പോൾ GS1 മൺസൂൺ, അതായത് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല GS1 ജോഗ്രഫിയിൽ വാട്ടർ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു തീമാണ്. അതേപോലെ ഇപ്പോൾ GS2 പഞ്ചായത്തി രാജ് ഉണ്ട്, അല്ലെങ്കിൽ GS2 ഇപ്പോൾ ഫെഡറലിസം ഉണ്ട്, ജെൻഡർ സ്റ്റേറ്റ് റിലേഷൻസ് ഉണ്ട്, വിമൻ എംപവർമെന്റ് ഉണ്ട്,
വൾണറബിൾ സെക്ഷൻസിന്റെ ഇതുണ്ട്. അപ്പൊ അതിൽ തന്നെ ഓരോരോ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയി കുറച്ച് വായിച്ച് കണ്ടന്റ് എടുത്ത് വെച്ച് പിന്നെ നമ്മൾ ന്യൂസും ഇതും ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. പിന്നെ നമുക്ക് അതായത് എല്ലാവരും അൾട്ടിമേറ്റ്ലി ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ ഒരു ഇത്തിരി കൂടുതൽ ചെയ്യാൻ ഉറപ്പായിട്ട് നോക്കണം. പക്ഷെ മിനിമം എല്ലാവരും ഏറ്റവും നന്നായി ചെയ്യുന്ന മിനിമം ആ ഒരു സ്റ്റാൻഡേർഡ് ആദ്യം എത്തിയിട്ട് എന്നിട്ട് അതിൻ്റെ ഇമ്പ്രൂവൈസ് ചെയ്യാനാണ് നോക്കേണ്ടതെന്ന് തോന്നുന്നു. ഓക്കെ, സോ ജസ്റ്റ് ഇതൊരു ബ്രീഫ് ഡിസ്കഷൻ ആണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന കുറേ മെറ്റീരിയൽ ഫാക്ടറുകൾ ഇതിനകത്തുണ്ട്. കുറേ മനസ്സിൽ നമുക്ക് ഇൻറ്റർണലൈസ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് തന്നെ മനസ്സിലാക്കുന്നത്. സോ സിദ്ധാർത്ഥ്, ആക്ച്വലി ഐ എം സോ താങ്ക്ഫുൾ. കാരണം ഇതൊരു ക്രിസ്പ് സെഷനാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ശരിക്കും ഞാനത് ഇൻറ്റർണലൈസ് ചെയ്തു കുറേ കാര്യങ്ങൾ. റിയലി താങ്ക് യു ഫോർ ദിസ് സെഷൻ ആൻഡ് താങ്ക് യു ഓൾ. താങ്ക് യു.